മച്ചാന്മാരെ, ഞാനിപ്പോൾ നമ്മുടെ കൊല്ലങ്കോട് സീതാർകുണ്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അത്യാവശ്യം മഴയൊക്കെ കുറവുള്ളൊരു ക്ലൈമറ്റുമാണ്. അതിനകത്ത് നല്ലൊരു സീനറിയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത്. ഇതിന് മുമ്പ് ഒരു തവണ ഞാനിവിടെ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ സീതാർകുണ്ടിൻ്റെ അതുപോലെ തന്നെ കൊല്ലങ്കോട് മലയുടെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പകർത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോസിനും മറ്റും കണ്ടിട്ടുണ്ടാകും. കൊല്ലങ്കോട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വലിയ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു സീനറി ഉള്ള പ്ലേസാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ടൈമിൽ കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലങ്കോട് മലയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ സീതാർ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിയാണിത്. നമുക്ക് ആ പോണ വഴിയിൽ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു എൻട്രിയിൽ തന്നെ നമുക്ക് ആ ഒരു കൊല്ലങ്കോടിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിന്നൊക്കെ വെച്ചാൽ മലകളൊക്കെ അത്യാവശ്യം നല്ല വ്യൂവാണ്. അതുപോലെ നമുക്ക് ഈ ഒരു റോഡാണ് നമുക്ക് അങ്ങോട്ടുള്ള വഴി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പകർത്താൻ സാധിക്കും എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ യാത്ര.
മച്ചന്മാരെ നമ്മളിപ്പോൾ അടിഭാഗത്താണുള്ളത്. ആ ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ ചെറിയൊരു വാട്ടർഫാൾ ഉള്ളത്. വാട്ടർഫാളിൻ്റെ അവിടുന്ന് വെള്ളം എൻട്രി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ കുളിക്കുകയും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം മേലേക്ക് പോകാനായിട്ട്. ഫ്രണ്ട്സ്, കുറച്ച് കഠിനമായ വഴികളാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. നമുക്ക് നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം. കണ്ടോളൂ. അപ്പോൾ ഈ വഴിക്കൊക്കെ വരുന്നവർ സേഫ്റ്റി ആയിട്ട് വരിക. കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ കൈ പിടിച്ച് തന്നെ മേലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വനം വകുപ്പേരെ നല്ല സ്ട്രിക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കണം ഇവിടെ ഇത്തരം ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ദൂരം കവർ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ നടക്കാനായിട്ട് മുകളിലേക്ക്. അപ്പോൾ ഈ വഴികളൊക്കെ കടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. മൊത്തം കല്ലുകളൊക്കെയാണ്. പിന്നെ ഈ കാട്ടിൽ ആനയും കടുവയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഴി ഇതാണ് വഴിയെന്ന് തോന്നുന്നത്. നമുക്ക് വഴി ഒന്ന് പോയേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിഭാഗത്തു നിന്ന് ഏകദേശം ഒരു പകുതി വരേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി മുകളിലേക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വഴി കണ്ടാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ടുള്ളൊരു റൂട്ടല്ല. ഓരോ പോയ വഴികളാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വഴി നോട്ട് ചെയ്തിട്ട് വേണം നമുക്കതൊക്കെ എത്താനായിട്ട്. അപ്പോൾ ഇനിയും കുറച്ച് ദൂരം കൂടി പോകാച്ചിട്ട് തന്നെയാണ്. നമുക്ക് എന്തായാലും ആക്ച്വലി ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കറക്റ്റ് ഒരു വ്യൂ നമുക്ക് ഭാഗത്തുനിന്ന് വരേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം ഒരു വിഷ്വൽ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വഴിയാണ് നമുക്ക് വെള്ളം എൻട്രി ചെയ്ത് വരാറുണ്ടായിരുന്നത്. അപ്പോൾ അപ്പുറത്ത് കൂടെ ഒന്നുണ്ട്, അത് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ വെള്ളം വറ്റിരിക്കുകയാണ്.
അപ്പുറത്തെ പോർഷനിലേക്ക് നമുക്ക് അങ്ങനെ വേണം പോകാനായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ആരെയും കാണില്ല, ഈ റൂട്ടിലേക്ക് ഇപ്പം ആരെയും കാണില്ല. ജസ്റ്റ് നമുക്ക് കുറച്ച് ദൂരം കൂടി പോയേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ പറയുമ്പോൾ നമുക്ക് ലോങ് എന്നുള്ളൊരു ഫോക്കസ് ഉണ്ടല്ലോ, ആ ഒരു വിഷ്വൽസ് മാത്രമാണ് അധികം നല്ല ടോപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിപ്പോൾ ഗൂഗിളിൽ ആക്ച്വലി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൊല്ലങ്കോട് മലയുടെ ലോങ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. അത്യാവശ്യം അങ്ങനെ ഒരു നല്ലൊരു സീനറിയാണ് ഈ ഭാഗത്തുള്ളത്. ഈ കാടിനുള്ളിൽ കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്കെന്ന് വെച്ചാൽ കറക്റ്റ് സ്പോട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ടോട്ടൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്. പിന്നെ എന്ന് വെച്ചാൽ മഴ ഇല്ലാത്തതുകൊണ്ട് കുറേ ആശ്വാസമുണ്ട്. എന്തായാലും നമുക്ക് ഈ ഏരിയാസൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ എല്ലാവരും പാലക്കാടൊക്കെ വഴി വരുമ്പോൾ കൊല്ലംകോടൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകണം. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. അപ്പോൾ താഴെയുള്ള ചെറിയൊരു കുളം പോലെ ഉണ്ട്, നമ്മൾ വെള്ളം വരുന്ന വഴി തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമ്മളെന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ കല്ലുമുട്ടയുടെ ഇടയിൽ കൂടെ നമ്മുടെ വാട്ടർഫാൾ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫാളിൻ്റെ ജസ്റ്റ് ഒരു പോർഷൻ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഏരിയ കേട്ടോ അതിൽ ഉൾപ്പെടുത്തുന്നത്. പാറക്കൂട്ടം കാണാൻ സാധിക്കും. ഈ പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല തെളിച്ചുള്ള വെള്ളം കേട്ടോ. നമുക്കിതിൽ മീനും മറ്റും കാണാൻ സാധിക്കും. ഇവിടുത്തെ മീനുകളുണ്ട് താഴെ. നമുക്ക് ആ സൈഡിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മറ്റ് നല്ല വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നാണ് കയറി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മുക്കാഭാഗം പോർഷനിൽ ഞങ്ങൾ വേറൊരു വഴിക്ക് പോയി നോക്കി. അപ്പോൾ പോയി നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്പോട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വേറെ വഴിക്ക് വന്നിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. കാണില്ലേ, നേരെ അങ്ങോട്ട് ആ ഒരു
കൊല്ലങ്കോട് മലയുടെ മുകളിൽ നിന്ന് നമ്മൾ ആ വെള്ളം താഴ്ത്തി വരുന്ന ആ സീന് നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. അപ്പോൾ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വഴി. ഈ വഴിയിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. കൂടെ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. Oh God. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ കുറച്ച് ടാസ്ക്കായിട്ടുള്ള വഴി കൂടെയാണ് പോകുന്നത്. നമ്മളൊരു നമ്മളാ ഒരു വ്യൂവിലേക്ക് പകർത്താന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് ഓഫ് റോഡ് ടൈപ്പാണ് വഴി വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ടുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെന്നാൽ കൂടി നമുക്ക് ഓൾറെഡി നമുക്ക് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ ഭാഗം കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊന്തം മൂടിയിറക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച മാത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കാണാൻ സാധിക്കുള്ളൂ. കുറച്ച് ലോങ് നിന്ന് മാത്രമാണ് നമുക്ക് ആ മലമുകളിൽ നിന്നിട്ട് ആ ഒരു വെള്ളച്ചാട്ടം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുളിക്കാനും പുറമെ നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സീനറിയാണ് ഈ ഭാഗത്ത്. പിന്നെ സേഫായിട്ട് വരേണ്ട ഒരു ഏരിയയാണ്. ഓക്കെ, ആ ഒരു പോർഷനിൽ നിന്നിട്ടോ വെള്ളം വരുന്നത്. ആ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴിച്ച് വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ എത്രത്തോളം നമുക്ക് വ്യക്തമുണ്ടെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് ഇവിടുന്ന് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ നിന്ന് വെള്ളം ചാടി വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ തിരികെ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ 4:30 കഴിഞ്ഞു, സമയം കൂടുതലാണ്. പിന്നെ കൂടുതൽ ഇവിടുത്തെ കുറേ കാഴ്ചകൾ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കിവിടെ അതിനെ പറ്റിയൊരു സന്ദർഭമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് ലോങ് എന്നുള്ള വ്യൂസ് നമ്മൾ പോകുമ്പോൾ എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും ആ ഷോട്ടുകൾ ഞാൻ എന്തായാലും എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് റിട്ടേൺ പോരാനായിട്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വഴിയുണ്ട്. ഇപ്പോൾ പാർക്കിട്ട് കൂടെ തന്നെ അല്ലാതെ പോരാൻ പറ്റും. ആ ഉണ്ട് ഉണ്ട്. ആ അതിൻ്റെ മുകളിൽ അവർ കുളിക്കുന്നുണ്ട്. ആ പക്ഷേ ഈ വഴിക്കൊക്കെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ സേഫ്റ്റിയാണ് നോക്കേണ്ടത്.
സ്ലിപ്പാവണ ഏരിയ ഒക്കെയാണ് ഇവിടെ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ.